ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. അങ്ങനെ ഹീറോ പറയാൻ തുടങ്ങി, എടാ മൊട്ടതള്ളിയാ നിൻ്റെ മേക്കപ്പ് പ്രോഡക്റ്റ് അതിന് സെട്ടും അല്ല കെമിക്കൽ ഇടുന്ന നിറയെ ഗേൾസുക്കല്ല പ്ലോബിളാവും. എടാ കൊക്കിക്കോളാം അതെ കൂൾ ഡ്രസ് നീ ഉണ്ടാക്കുന്ന ഐക്കെല്ലാം ഇടുന്നത് ഡ്രസ്സ് അതിലിട്ട് കച്ചവടം ചെയ്താൽ അതാവും, അത് കഷ്ടമാവും, അതൊന്നും വേണ്ട. അങ്ങനെ 5 കമ്പനിയിലോ 2 കമ്പനി റിജക്റ്റ് ആറാൻ പറഞ്ഞ് അവർ കുറച്ച് ശരി ഓക്കെ എന്ത് കണ്ടുപിടിച്ചല്ലോ, ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇതൊന്നും സെറ്റാവില്ല, പോലീസ് വന്ന് പ്രശ്നമാവും. അങ്ങനെയായിട്ട് ഓളോട് മുണ്ടിയാവില്ല ചെന്നിട്ട് ആ 2 പേര് പോയി. പിന്നെ മൂന്നാമത്തെ ഒരാളോട് കേൾക്കാൻ തുടങ്ങി, എടാ നീ എന്താ ചെയ്യുന്നത്, മോശമില്ല അവർ 2 പേരും ഒരു കഷ്ടം ചെയ്യില്ല, നീ എന്ത് പരസ്യം കൊടുക്കുക, ഫുഡ് കുക്കിംഗ് ഹോട്ടൽ അതിൽ ഫുഡിലെല്ലാം പാറ്റ കൂറ അത് ഇതെല്ലാം വരുന്നത്, നീ നേരെ ഹോട്ടൽ നോക്കുന്നില്ല, മോശമില്ല അവരെല്ലാം കുറച്ച് നിൻ്റെ ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെയായിട്ട് പറഞ്ഞു. അവിടുന്ന് ഹോട്ടലിൻ്റെ ഓണർ പോയി, നിൻ്റെത് എന്തടാ നീ ഒരു പൊര ഇത് നീ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്ത് അരക്കുറെ ഇരുന്നിട്ട് ഫോട്ടോസ് കൊടുക്കുന്നതാ, എനിക്ക് വേറെ പണിയില്ലടാ, എന്തിൻ്റെ ചെടിൻ്റെ ആഡ് കൊടുക്കണം, അതിന് എന്തിൻ്റെ ചെടി ആഡ് ഞാൻ ഫുള്ള് കാട്ടണ, എൻ്റെ വൈഫൊക്കെ എൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണുക്ക് അറിഞ്ഞാൽ എന്ത് സംഭവിക്കടാ, അത് മാത്രമല്ല ചെടി വേറെ, ഞാൻ എൻ്റെ ഗേൾസിൻ്റെ അവിടെ എനിക്കത് സെറ്റാവില്ല. അപ്പോൾ ആറാം പറഞ്ഞു ശരി ഓക്കെ എന്ന് പറഞ്ഞ് അവർ പോയി. പിന്നെ ഒരാളെ നോക്കിയിട്ട് ആറാം മുറിക്കാൻ തുടങ്ങി. ഇവർ പറഞ്ഞിതാ, നീ എൻ്റെ ആഡ് പറഞ്ഞാൽ ഓ മോശമില്ല, ആട്ടിൽ കഷ്ടം കുറച്ച് പറഞ്ഞാൽ നീ കുറച്ച് ശരിയാക്കിന് മോശമില്ല. അതിന് ആറാം പറഞ്ഞു, ഹോട്ടലിൻ്റെ പൈസ കൊടുക്കുന്നത് ശരിയാണ്, മാത്രം ഹോട്ടൽ പറഞ്ഞാൽ അതെ നിൻ്റെ കമ്പനി ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ പോയതാ, മാത്രം ഒരു കേളുണ്ടായിരുന്നു ഒരു മാതിരി ആ ചെയിൻ, അതുകൊണ്ട് ഞാനക്ക് സെറ്റാവില്ല. മാത്രം നിങ്ങൾ കമ്പനിയിലെല്ലാം ഹോട്ടലിൽ മാഫിയമാരെല്ലാം താമസിക്കുന്ന ഡ്രഗ് അത് ഇതെല്ലാം കച്ചവടം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിറയെ ഗേൾസുകളെ ആപത്ത് വരും. അത് മാത്രമല്ല ഹോട്ടലിൽ നിന്ന് കുറച്ച് ശരിയാക്കി അതിന് മുൻപ് ആഡൊന്നും കൊടുക്കാൻ ആറാം പറഞ്ഞു. അത് കേട്ട് ഓക്കെ എന്ന് പറഞ്ഞ് അവർ പോയി അവിടെ നിന്ന്. ശരി ഓക്കെ ആറാം ഹീറോയിനെ കാണാൻ പോയായിരുന്നു. ഹീറോയ്ക്ക് ശരി ഓക്കെ ഇവള് എന്താ ചെയ്യുന്നതെന്ന് ആറാം നോക്കാൻ തുടങ്ങിയായിരുന്നു. ഹീറോയും ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഫ്രണ്ടോടെ സംസാരിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ ആറാം വൈഫിനെ കാണാൻ, എൻ്റെ വൈഫ് എവിടെ, അങ്ങനെ ആറാമിനെ കണ്ട് ഹീറോയും മറിക്കാൻ തുടങ്ങി. നിങ്ങൾ എവിടേക്കാണ് പോയത്, സോറി എനിക്ക് കുറച്ച് ബിസി ആയിപ്പോയി, എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പോയതാണ്, ഹീറോ രാവിലെ എനിക്ക് പറയാൻ. അങ്ങനെ ആയിട്ട് വീട്ടിലെല്ലാ കാരണങ്ങളെല്ലാം വീട്ടിലതെല്ലാം ആറാമും കുറച്ച് ബിസി ആയിരുന്നു, നല്ല ജോലി ചെയ്തെല്ലാം ബിസിയായ ആറാം ഭയങ്കര നമ്പർ 1 ബിസിനസ് മാൻ, ഒരു ആക്ടറാണ്. പിന്നെ ആറാം കുറഞ്ഞ ജോലി ഉണ്ടായിരുന്നു. ആറാം പറയാൻ തുടങ്ങി ശരി ഓക്കെ നീ പോകില്ല നിനക്ക് ജോലിയുണ്ട് എന്ന് ആറാമ്മനോട് പറഞ്ഞു. ഹീറോയി പോയി. കല്യാണം കഴിഞ്ഞ് ഒന്നുമില്ല, എല്ലാവരും എൻജോയ് ചെയ്യാൻ വൈഫ് കൂടെ, എനിക്കൊരു ഭാഗ്യമില്ലല്ലോ എന്ന് ആറാമ്മ സാഡായി പോയി. ഹീറോ എവിടെ നിന്ന് പോയി, ഹീറോയ്ക്ക് വെക്കമൊരായി. അയ്യോ ഫ്രണ്ട് കേട്ടു, എടി മച്ചി അനു എന്തോ സംതിങ് നോ നത്തിങ്, ഓ എന്തും ഇല്ലേ, കല്യാണം കഴിഞ്ഞു, കാണുന്ന ഹാൻഡ്സമായിട്ടുള്ള ബോയ്, എന്താ എന്തിനോടെ ഇവള് കയറിനെ, എന്ത് പറ്റി, റോസ് പറയാ ഇവൾക്ക് സാഡായിടി മച്ചി, എന്താ പ്രശ്നം, ഇല്ലടി ഇവൾക്ക് ഒരാൾ മേലെ കണ്ണായിരുന്നു, അവനക്ക് സെറ്റിലായി. എന്ത് ആരെ മേലെ കണ്ണ്, അവനൊരു ഫേമസ് ഒരു ആക്ടറാണ്, പേര് ജിന്ന്. എന്താ ജിന്നാ, എടി എൻ്റെ ഹസ്ബൻഡ് ഫ്രണ്ട് അടി, ഓ ഫ്രണ്ടാ. അങ്ങനെ ആ കുട്ടീനെ പറയാൻ തുടങ്ങി. അമ്മു അമ്മു നിൻ്റെ അനു എന്ത് പറ്റി, അനു പറയാൻ തുടങ്ങി. അമ്മു നീ എന്താടി പറ്റി, ഒന്നും ചെയ്യാൻ പറ്റില്ല മച്ചി, അവിടെ അവിടെ ഫോട്ടോ നോക്കൂ, ഇതോ എൻ്റെ വൈഫ് പറയാം, ചിലർ ഗേൾ ഫ്രണ്ട് പറയാം, ഞാൻ എന്ത് ചെയ്യുമെന്ന് ഭയങ്കര കയറിയാൻ. ആറാം കോൾ ചെയ്തു. ഹീറോയി ഹലോ എന്ത് പറ്റി ആറാം, ഇല്ല എൻ്റെ ഫ്രണ്ട് പുറത്ത് പാർട്ടി വെച്ചിട്ടുണ്ടോ, നീ പാർട്ടിക്ക് വരാൻ പറ്റുമോ, ഞാൻ വരാം, അത് മാത്രമല്ല ആറാം എൻ്റെ ഫ്രണ്ട്സ് കൂടെ വരാം, ശരി ഓക്കെ എൻ്റെ ഫ്രണ്ട്സും കൂടെ വിളിച്ചോണ്ട് പോവാ. ആറാം പറഞ്ഞു ശരി ഓക്കെ, എടി മച്ചി നീ കയറേണ്ടടി, നമുക്ക് ഷോപ്പിംഗ് പോവാം, ഹീറോയി പറഞ്ഞു. അത് കേട്ട് ഓക്കെ പറഞ്ഞു. അമ്മോ നീ വാ, റോസ് പറയും ഞാനും കൂടെ വരാം. അങ്ങനെ എല്ലാവരും മണി എടുത്തുകൊണ്ട് വന്ന് 3 വർഷം ഭയങ്കര ഷോപ്പിംഗ് ചെയ്തു. അങ്ങനെ പാർട്ടിക്ക് വന്നു. അങ്ങനെ 2 പേർ പാർട്ടിക്ക് വന്നു. നിൻ്റെ വീട് റോസ് പറ്റിയത്, എനിക്കാ എനിക്ക് കടുപ്പാന്ന്, ഞാനൊക്കെ ഒരാളെ മേലെ കണ്ടുണ്ട്. റോസ് പറയാം നിനക്ക് ജിമ്മിനെ പോലെ കണ്ടുണ്ടാകും, ജിമ്മിൻ്റെ പ്രശ്നം എന്താ, അവനെ കണ്ട പെണ്ണ് പിള്ളേരുടെ പുറകിലൊക്കെ അതേ ഉള്ളൂ, എനിക്ക് കടുപ്പാന്ന് എന്ന് എനിക്കും കരഞ്ഞായിരുന്നു, ഞാനും കുറഞ്ഞുമായിരുന്നു, ഇപ്പം എനിക്ക് ടെൻഷനാണ് ഹീറോയിൻ്റെ ഫ്രണ്ട് പറയായിരുന്നു. ശരി ഓക്കെ 3 പേർ പാർട്ടിക്ക് പോയി. നല്ല സൂപ്പറായിട്ട് ഡ്രസ്സ് സാരി എടുത്തിട്ടാണ് പോയത്. ഹീറോയിൻ നല്ലൊരു ബ്ലാക്ക് റെഡ് കളറായിട്ട് മിക്സിങ് ആയിട്ട് സാരി എടുത്ത് ഹീറോയിൻ വന്ന് കുറച്ച് കാണുന്നുണ്ടോ, ട്രാൻസ് ഫുള്ള്
അത്രയൊന്നുമില്ല, ട്രാൻസ്ഫർ കുറച്ച് ഇടുപ്പ് എല്ലാം കാണുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ അങ്ങനെ ചെയ്തത്. അതുപോലെ റോസ് കളർ സാരി ഉടുത്തായിരുന്നു. റോസ് കളർ അങ്ങനായിട്ട് എടുത്ത് കളർ ഇട്ടത്. അങ്ങനായിട്ട് അമ്മു നല്ല ബ്ലാക്ക് സാരിയാണ് ഉടുത്തത്. അങ്ങനെ എല്ലാവരും പാർട്ടിക്ക് വന്നു എൻജോയ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു ഫ്രണ്ട്സ് കൂടെ. അങ്ങനെ ജിന്ന് യഥാർത്ഥ നോക്കി ജിന്ന് അമ്മനെ നോക്കിയിട്ട് ജിന്നൊക്കെ പിടിച്ച് ക്യൂട്ടായിട്ടുണ്ടല്ലേ, ശരി ഓക്കെ എൻ്റെ ജിൻ എന്നാൽ ശരി ഹായ് എൻ്റെ പേര് ഇതാണ്. ആ ജിന്നിനെ കൊണ്ട് അമ്മ മൂസൂട്ട് അങ്ങോട്ട് തിരിച്ച്. ഇവൾക്ക് എന്ത് പറ്റി? എന്ത് പറ്റി ആറും? ഒന്നും അറിയില്ലടാ എന്ന് പറഞ്ഞു. അങ്ങനെ അനു ഹായ് ഹലോ അനു കുറച്ച് കേൾക്കണുണ്ടായിരുന്നു. അവളെ പേരെന്താണ്? അമ്മു. എന്ത് ബ്ലാക്ക് സാരമുള്ള അമ്മു ആണോ? ഓ അവൾക്കെന്ത് പറ്റി? അമ്മു ഡീറ്റെയിൽസ് നടന്ന കാര്യം പറഞ്ഞു. ഇത് കേട്ട് ജിന്നിക്ക് സിരിപ്പ് വന്നു. എന്ത് എനിക്ക് മാരേജാ, ഗേൾ ഫ്രണ്ടാ? അപ്പോൾ അവൾ സിംഗിളാണോ? സിംഗിളാണ്. ശരി ഡാൻസ് എന്തിനാ? ഇല്ല അത് പിന്നെ മനസ്സിലാക്കാം. അങ്ങനെയായിട്ട് ജിന്ന് ഒരു പാട്ട് പാടി. ശരി ഇപ്പം വരാം അങ്ങനെ ജിന്ന് അങ്ങനെ ഒരു വിളക്ക് ഇങ്ങനെ ഫ്ലവർ എല്ലാം എടുത്തോണ്ട് വന്ന് ജിൻ എല്ലാവരുടെ അമ്മക്ക് പ്രപ്പോസ് ചെയ്ത്. ഇത് വേണം അമ്മക്ക് ഷാക്ക് അമ്മക്ക് പ്രപ്പോസ് ചെയ്തു ജിന്ന് പറഞ്ഞു ഇതിൽ മാരി മീ അത് മാരേജ് പ്രപ്പോസ് ചെയ്തു. അങ്ങനെ ഒരു നെക്ലേസ് ജിന്ന് കൗത്ത് കിട്ടും. ഇങ്ങനെ ജോഡിയാ അമ്മക്ക് ഭയങ്കര സന്തോഷമായി. ശരി ഇവ കമ്മിറ്റായി. ഞാൻ സിംഗിൾ ജിമ്മിനായിരുന്നു. ഹലോ ഇവനാ പോടാ, നീ കുറേ ഗേൾസിൻ്റെ പുറത്ത് നടക്കാം പോടാ, നിന്നെ കണ്ടിക്കതൊക്കെ ആ ജങ്കുക്കിനടുത്ത് സംസാരിക്കുന്നു. ജിമ്മിന് കണ്ടോ ഓടിക്കേ പോകുന്നത്. ജിമ്മിന് വന്ന് പ്രപ്പോസ് ചെയ്ത് പോടാ നിന്നെ വിചാരിച്ചു. അങ്ങനെ ഒരു ജിമ്മിന് ഇങ്ങോട്ട് പോയി എന്തിനാ അങ്ങനെ പൊടിച്ച് കിസടിച്ച് ജിമ്മിൻ ഹീറോ ഷോക്കായി നോക്കാൻ തുടങ്ങി. അങ്ങനെയായിട്ട് അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെയായിട്ട് അങ്ങനെ എല്ലാവരും സന്തോഷമായി. ഹീറോയി പറയാൻ തുടങ്ങി എല്ലാവരും കമ്മിറ്റാണ്. അങ്ങനെ ഹീറോയി പറയാൻ അങ്ങനെ ആറാം പറഞ്ഞു. അങ്ങനെ ആറാം പാർട്ടി എൻജോയ് ചെയ്ത് ഹീറോയിനെ വിളിച്ചുകൊണ്ട് പോയി വീട്ടിലേക്ക്. ഹീറോയോട് പറയാൻ തുടങ്ങി നമുക്ക് ടൈം ചെയ്യാം.